സാന്നിധ്യം മതി, നാഥാ നിൻ സാന്നിധ്യം മതി. നമ്മൾ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ 49-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് അവരുടെ ഈജിപ്തിലേക്കുള്ള പലായനം അപ്രതീക്ഷിതമായിട്ടാണ്. ജോസഫിൻ്റെയും മേരിയുടെയും ജീവിതത്തിൽ അവരുടെ യാത്രകളെല്ലാം വളരെ അവിചാരിതമായിട്ടും എളുപ്പമെന്നുള്ളതും ബുദ്ധിമുട്ടുള്ളതും ഒരുപക്ഷെ ഏറ്റവും ഒരു ആശ്വാസമില്ലാത്ത ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുള്ള യാത്രകളുമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് വിശുദ്ധ യോസേഫിന് സ്വപ്നത്തിൽ സ്വർഗദൂതൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഹെറോദേസ് ശിശുവിനെ കൊല്ലുവാൻ വേണ്ടി ഒരുങ്ങുന്നു, വേഗം തന്നെ അവിടെ നിന്ന് പലായനം ചെയ്യുക. യോസേഫ് ആ സ്വപ്നത്തിൽ മതിരിക്കുന്ന ആ സ്വർഗദൂതൻ്റെയൊക്കെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗദൂതൻ പറയുന്ന ആ സന്ദേശം ഓടി രക്ഷപ്പെടുക, ശിശുവിനെയും അവൻ്റെ അമ്മയെയും കൂട്ടി, അത് ഒരു പേടി സ്വപ്നം പോലെ വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. പക്ഷെ ജോസഫ് ഒരു നിമിഷം പോലും കളയുന്നില്ല. ജോസഫ് പാതിരാ സമയമാണെങ്കിലും മേരിയുടെ കഥയിൽ കൊട്ടി. അപ്പോൾ മേരി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥനയാണ്. മേരിക്കും ജോസഫിനും പ്രാർത്ഥന ദൈവാനുഭവത്തിൻ്റെ നിമിഷങ്ങളാണ്, മടുപ്പുള്ളതല്ല. മേരിയോട് ഈ വിവരം പറഞ്ഞപ്പോൾ അല്പം പോലും സമയം കളയാതെ അവരതിനു വേണ്ടി ഒരുങ്ങുകയാണ്. പലായനത്തിന് വേണ്ടി അത്യാവശ്യ സാധനങ്ങൾ ജോസഫ് പറയുന്നുണ്ട്, നമുക്കൊരു 3 കഴുത ഉണ്ടെങ്കിൽ പോലും പറ്റില്ല. 2 പേർക്ക് സവാരിക്ക് 2 കഴുതകളും സാധനം കയറ്റുവാൻ വേണ്ടി 1 കഴുതയും. അവർ ആ പാതിരായ്ക്ക് തന്നെ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിലും അവർക്ക് അഭയം നൽകിയ ആ വീട്ടുടമസ്ഥരോട് പറഞ്ഞിട്ട് അവരെ പാതിരായ്ക്ക് വിളിക്കുവാൻ പ്രയാസമുള്ളതുകൊണ്ട് അല്പം വൈകി നേരം പുലരുന്നതിന് മുമ്പ് തന്നെ അവർ യാത്രയാകുകയാണ്. അവർ യാത്ര ചെയ്യുമ്പോൾ ആ ബെത്ലഹേം പട്ടണം ആ പൂജരാജാക്കന്മാരുടെ സാന്നിധ്യത്തിലുള്ള മായാജാലത്തിൻ്റെ ആ നിർവൃതിയിൽ സുഖമായി ഉറങ്ങുകയാണ്. അപ്പോഴാണ് ജോസഫും മേരിയും ഈശോയുമായിട്ട് അവരുടെ ഒരു അഭയ സ്ഥലത്ത് നിന്ന് അഭയാർത്ഥികളായ അവർ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നത്. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം, തൊട്ടിലോ ജോസഫ് ഉണ്ണീശോയ്ക്ക് വേണ്ടി ഒരുക്കിയ ആ കളി സാധനങ്ങൾ, ഇതെല്ലാം മേരിയെ സംബന്ധിച്ചിടത്തോളം വിലപിടിപ്പുള്ളതാണ്. അതിൻ്റെ വിലയല്ല ജോസഫിൻ്റെ അധ്വാനവുമെല്ലാം. അവൾ കരയുകയാണ്. കരയുമ്പോൾ ജോസഫ് പറയുന്നുണ്ട്, നീ എന്തിനു കരയുന്നു? നമ്മൾ അവിടെ പോയി സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരുക്കാം. പക്ഷെ മേരി പറയുന്നു, ഞാൻ എന്നെ ഓർത്തല്ല കരയുന്നത്, നഷ്ടപ്പെട്ട സാധനങ്ങളെ ഓർത്തുമല്ല കരയുന്നത്, ഞാൻ കരയുന്നത് നിന്നെ ഓർത്താണ്. നീ ഈ തിരുകുടുംബത്തിന് വേണ്ടി എന്തുമാത്രം ത്യാഗങ്ങൾ, സഹനങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവിക്കുന്നു. അങ്ങനെയാണ് അവരുടെ യാത്ര. 3 കഴുതയും കൂട്ടി അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് ദൂരദേശത്തേക്ക്, യാതൊരു പരിചയവുമില്ലാത്ത സ്ഥലത്തേക്ക്, ഒരനിശ്ചിത
അവസ്ഥയുടെ അന്തരീക്ഷത്തിലേക്ക് അവർ പോവുകയാണ്. ഇവിടെ ഈശോ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഹെറോദോസിൻ്റെ പേടിയാണ്. കാരണം ഈ ശിശു അവനൊരു വെല്ലുവിളിയായി തീരുമോ എന്നുള്ള പേടി. ആ പേടിയുടെ പുറത്താണ് ശിശുക്കളെ വധിക്കുവാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നത്. പക്ഷേ ദൈവം ആ ശിശുവിനെ വളരെ സുന്ദരമായ രീതിയിൽ പരിപാലിക്കുകയാണ്, കൊണ്ടുപോവുകയാണ്. ഇവിടെ ഈശോ പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്നെ അനുഗമിക്കുന്നവര് തീർച്ചയായും സ്വയം പരിത്യജിക്കണം. രണ്ടാമതായി പറയുന്നത് നിസ്സംഗത ആവശ്യമുണ്ട്. മൂന്നാമതായി പറയുന്നത് ചാരിത്രശുദ്ധി, വിശുദ്ധി അവർക്ക് വേണം. നാലാമതായി പറയുന്നത് ഒരു കാര്യത്തിനും എനിക്ക് മഹത്വം വേണം എന്നുള്ള ചിന്തയില്ലാതെ എളിമയിലുള്ള ചെറിയ സ്ഥാനം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. ഈ 4 ഗുണങ്ങളാണ് ഈശോയെ അനുഗമിക്കുന്ന വളരെ അടുത്തുള്ളവർക്ക് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ പുണ്യമായിട്ടും ഈശോ ആഗ്രഹിക്കുന്നത് നന്മയും സ്നേഹവും ആത്മാർത്ഥതയും സത്യസന്ധതയും എല്ലാം. ഇത് ജോസഫിനും മേരിക്കും സമൃദ്ധമായിട്ടുണ്ട്. അതേസമയം ലോകത്തിൻ്റെ ശ്രേഷ്ഠതയും അവിടെ ഈശോ പറയുന്നുണ്ട്. ലോകത്തിൻ്റെ വലിയവനെന്ന് പറയുന്നവര് അവര് ഈശോയുടെ കാഴ്ചപ്പാടിൽ ശ്രേഷ്ഠരല്ല. അവര് ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അവരുടെ അധികാരം അടിച്ചേൽപ്പിക്കുവാനുള്ള കഴിവ്. പക്ഷേ ഈശോയുടെ കാഴ്ചപ്പാടിൽ വിധേയത്വത്തോടുകൂടി സ്വയം സമർപ്പിക്കുവാനുള്ള കഴിവ്. ഈ പലായനവും എല്ലാം നമ്മളോട് പറയുന്ന ആ സന്ദേശം തന്നെയാണ്. ആ പലായനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ ആ സമൃദ്ധിയിൽ നിന്ന്, ആ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയിൽ നിന്നെല്ലാം ചിലപ്പോൾ ഈശോയുടെ ഉണ്ണീശോയുടെ യാത്ര പോലെ ഒരക്ഷാവസ്ഥയിലേക്കുള്ളൊരു യാത്രകൾ, അതൊക്കെ നമ്മളെ സ്വർഗീയ യാത്രയിലേക്കൊക്കെ നയിക്കുന്നു. അതിനൊക്കെ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ.